സുനിൽ സുന്ദർ. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു പ്രേത അനുഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്നത് പ്രേത അനുഭവങ്ങളെക്കുറിച്ച് പറയണം എന്നുള്ളതാണ്. എല്ലാവരുടെ ആഗ്രഹം അതാണ്. ഞാൻ കൂടുതലും പ്രേത അനുഭവങ്ങളാണ് പറയുന്നത്. അത് എനിക്ക് പറയാനുള്ള അവസരം എന്ന് പറഞ്ഞാൽ, ഈ പ്രേതബാധകൾ ഒഴിപ്പിക്കാൻ പോകുന്ന വ്യക്തിയാണ്. വർഷങ്ങളായിട്ട് ഞാൻ ഇതിൻ്റെ പിന്നിലുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ 3 സംസ്ഥാനത്തിൽ മാത്രം ഇനി പോകാനുള്ള, ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും ഈ പ്രേതത്തിനെ പിടിക്കാൻ ഞാൻ പോയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അധികമായി ഇതിനെക്കുറിച്ച് പറയുന്നത്. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, അത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പർ എൻ്റെ നമ്പറിലേക്ക് വിളിച്ചോളൂ. 1-2 ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് എന്നെ തിരിച്ച് വിളിക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം. പ്രേതബാധകൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പേടിയാണ്. പ്രേതമെന്ന് പറഞ്ഞാൽ അത് ഓടി വന്ന് നമ്മളെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് നമ്മുടെ ഇവിടുത്തെ ഞരമ്പിനെ കറക്റ്റായിട്ട് കടിച്ചു പൊട്ടിച്ച് സ്ട്രോ ഇറക്കി രക്തമൊക്കെ വലിച്ചു കുടിക്കും. നമ്മുടെ കണ്ണിനെ ചൂഴ്ന്നെടുക്കും, നാക്കിനെ ചവിട്ടി പിഴുതെടുക്കും. ഇങ്ങനെയൊക്കെയാണ് പലരുടെയും ധാരണ. പേടിയാണ്. ശരിക്കും പറഞ്ഞാൽ പ്രേതം അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ അതിനെ നമ്മൾ പേടിക്കണ്ട. അന്തരീക്ഷത്തിൽ നിൽക്കുന്നത് അതൊരു ആത്മാവാണ്, ദുരാത്മാവാണ്. ഒരിക്കൽ ഒരു ശരീരത്തിൽ കുടികൊണ്ടിരുന്ന ഒരു ആത്മാവാണത്. അത് ഭൂമിയിൽ ജീവിച്ചിരുന്നു. നമ്മൾ കഴിക്കും പോലെ ചോറും അതും ഇതുമൊക്കെ കഴിച്ച് ജീവിച്ചിരുന്ന ഒരു മനുഷ്യ ആത്മാവാണത്. ആ ശരീരം നഷ്ടപ്പെട്ടപ്പോൾ അതിന് മോക്ഷപ്രാപ്തി ഈ ആത്മാവിന് മോക്ഷപ്രാപ്തി കിട്ടിയെങ്കിൽ അത് അതിൻ്റേതായ സ്പേസിലേക്ക് അങ്ങ് പോകും. അത് കിട്ടാത്തത് കൊണ്ട് ഭൂമിയിൽ ഇങ്ങനെ അത് അലഞ്ഞ് തിരിയുന്നു. അതാണ് പ്രേതം. അതിന് ശരീരമൊന്നുമില്ല. പക്ഷേ അതൊരു മറ്റൊരു ശരീരത്തിലേക്ക് കടന്ന് ആ ശരീരത്തിനെ കൊണ്ട് പലതും ചെയ്യിക്കാൻ സാധിക്കും. 99% അങ്ങനെ തന്നെയാണ്. പക്ഷേ 1% മാത്രം അത് ചില വേലകളൊക്കെ കാണിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കാൻ പറ്റുന്ന തെളിവുകൾ ഉണ്ട്. അപ്പോൾ അത് തീർത്തും പറഞ്ഞു. പക്ഷേ 99% ആത്മാക്കൾ ഒരു ശരീരത്തിലേക്ക് വന്നതിന് ശേഷം ആ ശരീരത്തിനെ കൊണ്ട് മാത്രമേ പലതും ചെയ്യിക്കാറുള്ളൂ. അപ്പോൾ ഞാനിത് തുടക്കം പറഞ്ഞിടക്ക് പ്രേതമെന്ന് പറയുമ്പോഴേ നമുക്ക് പേടിയാണ്. ഈ പേടി കാരണം ഈ പണ്ടൊരു പഴമൊഴിയുണ്ട്, ഒരാളെ നനച്ചിരുന്നാൽ വരുന്നതെല്ലാം അയാളായിട്ട് നമുക്ക് തോന്നും എന്ന്. ഈ പേടി ഉള്ളത് കൊണ്ട് ഇങ്ങനെ ഈ വരുന്ന ചില ശബ്ദങ്ങൾ, ചില നെഴലാട്ടം കൊണ്ട് ചില വാഴയുടെ ഇലയൊക്കെ കിടന്നാണെങ്കിൽ നമ്മൾ വിചാരിക്കും പ്രേതം കൈയാട്ടി വിളിക്കുകയാണ്. ഇങ്ങനെയൊക്കെ നമുക്ക് പല തോന്നലുകളും ഉണ്ടാകാം. ഇങ്ങനെ ഉണ്ടായി അതുവഴി വരുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ ഒരു വിഷയത്തെക്കുറിച്ച് ഞാനിന്ന് പറയാം. ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഒരു 40 വയസ്സെങ്കിലും പ്രായം വരും അദ്ദേഹത്തിന്. കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല. ബോധം ഇല്ല എന്ന് തന്നെ പറയാം. കാര്യം കല്യാണം കഴിക്കാത്ത കാര്യം, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ പ്രേതം വരും. പ്രേതം വന്നു കഴിഞ്ഞാൽ ഈ പ്രേതം കാണിക്കുന്നത് പെട്ടെന്ന് പോയി കുറേ ചുടുകല്ലൊക്കെ എടുത്ത് അടുക്കി ഇങ്ങനെ ഹോമകുണ്ടം പോലെ വയ്ക്കും. അവിടെ വീട്ടിനകത്ത് ഉപയോഗിക്കുന്ന തൊണ്ടും ചിരട്ടയും വിറവും ഒക്കെ വാരിക്കൊണ്ടിട്ട് കത്തിച്ചിട്ട് ഈ ഡ്രസ്സൊക്കെ മാറി ആ ഭസ്മമൊക്കെ ഉണ്ട് അതെല്ലാം കൂടെ വാരി തേച്ചിട്ട് ഈ നമ്പൂതിരിമാരി ഇരിക്കും പോലെ ഇരുന്നിട്ട് അതിൻ്റെ മുന്നിലിരുന്ന് എന്തൊക്കെയോ പറഞ്ഞ് ഇതൊക്കെ വാരിയിട്ട് കത്തിച്ച് വേണ്ടുന്ന ബഹളമാണ്. പിന്നെ തുടക്കം അങ്ങനെയായി. പിന്നീട് മണി വാങ്ങിക്കുന്നു, ദൈവത്തിനുള്ള സാധനം വാങ്ങിയെല്ലാം വാങ്ങിച്ച മണിയടിയും വേണ്ട ബഹളമാണ്. അപ്പോൾ ഈ വീട്ടുകാർ വിചാരിച്ചു ഇതെന്താണ് ഈ സംഭവിക്കുന്നത്. ഇയാൾക്ക് ഇതിനെക്കുറിച്ചൊന്നും ഒരു ബോധമില്ലാത്ത മനുഷ്യനായിരുന്നു, അതായത് പൂജാതി കർമ്മങ്ങളെക്കുറിച്ച്. പക്ഷേ ഇങ്ങനെ പ്രേതം പിടിച്ചതിന് ശേഷം, ഇത് പിടിച്ച ബാല്യത്തിലേ പിടിച്ചതാണ്. ഒരു 10, 17, 20 വയസ്സിനുള്ളിൽ അദ്ദേഹത്തിന് ഇത് പിടിച്ചു. അന്ന് തൊട്ട് വീട്ടിൽ വന്ന് മന്ത്രവാദം, പിന്നെ ഇതിനൊക്കെ ഹോമം, പൂജ, പിന്നെ എപ്പോഴും സ്വാമിയെ പോലെ നടക്കും. സ്വാമിയെ പോലെയാണ് നടക്കണമെന്നെങ്കിലും സ്വഭാവം പക്ക ഗുണ്ടയാണ്. എല്ലാവരും അടിക്കും. അയാൾക്ക് ഇഷ്ടപ്പെടാത്ത എന്ത് കാര്യം പറഞ്ഞാൽ എല്ലാവരും അടിക്കും. ഈ ഒരവസ്ഥ ഇങ്ങനെ വന്ന് അപ്പോൾ അവർ അന്ന് ആ കാലം തൊട്ട് ഇവരെന്നെ കൊണ്ടുപോകാൻ സ്ഥലങ്ങളില്ല. ഒരിടത്ത് കൊണ്ടുപോയിട്ടും യാതൊരു വിധമായ കുറവുമില്ല. അങ്ങനെയാണ് ഈ 40ാമത്തെ വയസ്സായപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് കൊണ്ടുവന്നിരുന്നിട്ട് ഒരുപാട് ചോദ്യങ്ങൾ എന്നോട് ചോദിക്കുകയാണ്. എങ്ങനെ ഈ പൂജാതി കർമ്മങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ അത് അങ്ങനെ അല്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കിച്ചു തരുന്നു. എനിക്കെന്ന് വെച്ചാൽ ഞാൻ അത്ര വലിയ അറിവുള്ള ഒരാളൊന്നുമല്ല, എങ്കിൽ പോലും അയാൾ തർക്കിക്കുന്നു, അങ്ങനെയല്ല എന്ന് പറയുന്നു. അപ്പം തിരിച്ച് ഞാൻ തർക്കിക്കാൻ നിന്നാൽ അത് എൻ്റെ ശരീരത്തിന് കുഴപ്പമാകുമെന്ന് എനിക്കറിയാം. കാര്യം എത്തി അടിക്കും. എൻ്റെ മുമ്പിലാണ് ഇരിക്കുന്നത്. എന്നെ പറഞ്ഞിട്ടുണ്ട്, സ്വന്തം അച്ഛനെ വരെ അടിച്ച് ചുരുട്ടി കളഞ്ഞ്.
അപ്പോൾ പിന്നെ എന്നെ ഒരു സംശയമില്ല അടിക്കും. കാര്യം അപ്പം ഞാൻ ചോദിച്ചാൽ ആദ്യം മനസ്സിലായ കാര്യം. അപ്പോൾ അവൻ പറഞ്ഞ് എന്ത് എതിർത്താലും അപ്പോഴടിക്കും. അപ്പോൾ എൻ്റെ മുന്നിലിരുന്ന് ഈ കാര്യങ്ങൾ പൊട്ടത്തരങ്ങൾ പറഞ്ഞാലും എനിക്ക് തലകുലിക്ക് സമ്മതിച്ചേ പറ്റുള്ളൂ. കാര്യം അടി കിട്ടിയാൽ എനിക്കും വേദനിക്കും, തിരിച്ചടിക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഇതെല്ലാം സമ്മതിച്ചു കൊടുത്തു. അപ്പം ഒരുപാട് പ്രാവശ്യം ഇയാൾ സംസാരിക്കുമ്പോൾ ഞാൻ ശംഖുശാസ്ത്രമാണ് പരിശോധിക്കുന്നത്. ഈ പ്രേതം ഒരു ശരീരത്തിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ ശംഖുശാസ്ത്രം വയ്ക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് വളരെ വേഗത്തിൽ അറിയാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഇത് വെച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ഇതിൻ്റെ രാശി നോക്കിയിരിക്കുകയാണ്. എത്ര നോക്കിയിട്ടും ഇവനിലൊരു നെഗറ്റീവിൻ്റെ, ഒരു പ്രേതത്തിൻ്റെ ഒരു സാന്നിധ്യം കാണുന്നതേയില്ല, കണ്ടിട്ടേയില്ല. അപ്പം മറ്റ് പല ജ്യോത്സ്യന്മാരടുത്തും ഒരുപാട് പേരടുത്ത് ഇവർ പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞത് ചുടലമാടം പിടിച്ചു, പിന്നെ അഗ്നിമാടം പിടിച്ചു, മറത പിടിച്ചു, അറവല പിടിച്ചു, പിന്നെ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് മരണപ്പെട്ടു പോയിട്ടുള്ള ഏതോ ചെറുപ്പക്കാർ പിടിച്ചു, ഇങ്ങനെ പലതും പറയുന്നുണ്ട്. പക്ഷേ എന്നിട്ട് അവരെല്ലാവരും ഇന്നത്തെ ഒരു ഭാഷ പറഞ്ഞ പൂജ ചെയ്തു, ഒരു ഫലവുമില്ല. അപ്പോൾ ഇത്രയും ആൾക്കാർ ചെയ്തിട്ടും ഫലമില്ലാതെ വന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സംശയമായി. ഞാൻ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. കാര്യം വെച്ചാൽ നമ്മളെക്കാളൊക്കെ കിടില ആൾക്കാർ ചെയ്തിട്ടൊന്നും ഫലം ഉണ്ടായില്ല. അപ്പോൾ പിന്നെ എൻ്റെ മനസ്സിൽ ഒറ്റ സംശയം ഇത്രയേ ഉള്ളൂ, കൃത്യമായി നോക്കി എൻ്റെ ഉള്ളിലുള്ളത് നെഗറ്റീവിൻ്റെ പ്രസൻസ് ആണോ എന്ന് കണ്ടുപിടിക്കുക. അതാണ് എൻ്റെ ലക്ഷ്യം. അങ്ങനെ ആണെങ്കിൽ, ഇപ്പം ഒരു പ്രേതമാണെങ്കിൽ പോലും അതിനെ ഒഴിപ്പിക്കാൻ പുതിയ വഴികൾ തേടണം. കാര്യം വെച്ചാൽ ഒരുപാട് ആൾക്കാർ ചെയ്തിരിക്കുകയാണ്, മാറിയിട്ടില്ല. അപ്പോൾ പിന്നെ ഇത് എന്തായിരിക്കും? എനിക്ക് പേടിയുണ്ട്, എന്നാലൊരു വൈരാഗ്യ ബുദ്ധിയോടുകൂടി തന്നെ ഞാനിത് നോക്കി. 3 പ്രാവശ്യം 3 ദിവസം എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് നോക്കിയിട്ടും അത് ഞാൻ പറഞ്ഞിട്ട് തന്നെയാണ് അവർ കൊണ്ടുവരുന്നത്. ഒരു വിധത്തിലും ഏതൊക്കെ ലെവലിൽ നമ്മൾ വെച്ച് നോക്കിയിട്ടും ഇവൻ്റെ ഉള്ളിൽ ഒരു നെഗറ്റീവിൻ്റെ ഒരു അംശം പോലും കാണാനില്ല. പിന്നീട് എന്നെ പറഞ്ഞു വിട്ടു. 4ാമത്തെ പ്രാവശ്യം അവരുടെ അടുത്ത് മാത്രം ഈ അദ്ദേഹത്തിനെ അവർ മാത്രം വരാൻ വന്നു. അപ്പോൾ അവർ ഈ 3 ദിവസം എന്നെ സഹിച്ചത്, ഇനി കേരളത്തിൽ വേറെ കൊണ്ടുപോകാൻ സ്ഥലമില്ല, അവസാനത്തെ ആൾ ഞാനായിരുന്നു. ഇനി ഞാനും കൂടി എൻ്റെ അടുത്തുകൂടി വഴക്കുണ്ടാക്കി പോയാൽ ഇതെന്തോന്ന് കാണിക്കണം, 2-3 ദിവസമായില്ലേ എന്നൊക്കെ പറഞ്ഞാൽ ഇനി ഞാനും കൂടെ കൈവിട്ട പോകാൻ സ്ഥലമില്ല. അതുകൊണ്ട് അവർ ക്ഷമിച്ചിരുന്നു. 4ാമത്തെ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ അവരുടെ അടുത്ത് തുറന്ന കാര്യങ്ങൾ പറഞ്ഞു. എനിക്കൊരു സംശയം, ഇദ്ദേഹത്തിന് അങ്ങനെ ഒരു പ്രേതബാധ അല്ല. അപ്പോൾ അതിൽ ഒരു 8-10 പേരുണ്ടായിരുന്നു കേട്ടോ അവരുടെ ആൾക്കാർ. അപ്പോൾ അതിൽ ബഹുഭൂരിപക്ഷം ആൾക്കാർക്ക് ഞാൻ പറഞ്ഞത് വിശ്വാസമായി. കാരണം ഒരു പൂജ ഇന്നത്തെ കാലത്ത് ചെയ്ത കുറഞ്ഞ എങ്ങനെ പോയാലും ഒരു 1,00,000 രൂപയെങ്കിൽ നമുക്ക് കിട്ടും. അപ്പം അത് വേണ്ടാന്ന് വെച്ചിട്ട് അതല്ല എന്ന് പറയണമെങ്കിൽ അതിനകത്ത് എന്തോ സത്യമുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ എൻ്റെ അടുത്ത് എല്ലാവരും വന്നിട്ട് ഇങ്ങനെ ചോദിച്ചിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ഒരു പ്രേതബാധയായിട്ട് എനിക്ക് കണക്കാക്കാൻ പറ്റുന്നില്ല. പിന്നീട് എൻ്റെ ഒരുപാട് അനുഭവങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തു. കാര്യം നമുക്കൊരു മാനസികമായിട്ട് എന്തെങ്കിലും ഒരു വിഷയം നമ്മുടെ ഉള്ളിലേക്ക് ഉണ്ടായിപ്പോയാൽ ആ കാണിക്കുന്നതും പ്രേതബാധ വന്ന് കാണിക്കുന്നതും ഇതെല്ലാം ഒന്നുപോലെ ഇരിക്കും. നമുക്ക് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളിത് പ്രേതമാണോ ദോഷമാണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അവൻ ഞാൻ പറഞ്ഞു, എനിക്ക് സംശയം അവന് മാനസിക നില തെറ്റിപ്പോയതാണ്. ചില ആൾക്കാർക്ക് പറഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യം വരും കേട്ടോ. കാര്യം ഇതിന് കുറച്ച് ദിവസത്തിന് മുമ്പ് ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നു. അവസാനം ദോഷങ്ങളൊക്കെ മാറ്റിക്കൊടുത്തതിന് ശേഷം പെൺകുട്ടി അങ്ങനെ കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു ഡോക്ടറെ രഹസ്യമായിട്ടൊക്കെ ഒരു ഡോക്ടറെ കാണിക്കണമെന്ന് പറഞ്ഞതിന് ആ പെൺകുട്ടിയുടെ സഹോദരൻ എന്നെ കുനിച്ചീർത്ത് ഇടിച്ചില്ല എന്നുള്ളതേ ഉള്ളൂ. മനസ്സിലാവുന്നില്ല അവർക്ക്. അപ്പോൾ അതുപോലെ ഇത് ഞാൻ പറഞ്ഞു. പക്ഷേ അവർക്കൊക്കെ അപ്പോഴും, അപ്പോൾ അതിൽ 1-2 പേര് പറഞ്ഞു, സാറേ ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു, പക്ഷേ ഇവ ഈ ഹോമം ചെയ്യുന്നു അങ്ങനെ ഇങ്ങനെ അതുകൊണ്ടുള്ളൊരു സംശയമാണ് ഞങ്ങൾക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര നല്ല സംശയമുണ്ട്, നിങ്ങൾ ഇതുവരെ ഒരു ഡോക്ടറെ കാണിച്ചോ? ഇന്ന് വരെ അവർ ഡോക്ടറെ കാണിച്ചിട്ടില്ല. ഇവൻ്റെ ഇത് തുടങ്ങിയ ആ സംഭവം എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. പക്ഷേ ഈ തുടങ്ങിയ കാലം തൊട്ട് ഇവൻ പൂജയും പുഷ്പങ്ങളും ധൂപവും ദീപവും മണിയടിയ ഹോമമായിട്ട് നടന്നതുകൊണ്ട് ഇവർക്ക് പിന്നെ ഡോക്ടറിൻ്റെ അടുത്ത് പോകാൻ തോന്നുന്നില്ല. മന്ത്രവാദമാണല്ലോ ചെയ്യുന്നത്, അപ്പോൾ പ്രേതം തന്നെ, ഇങ്ങനെ ഇവരങ്ങ് തീരുമാനിച്ചു ഉണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞ പ്രകാരം ഞാൻ തന്നെ പറഞ്ഞു കൊടുത്തൊരു ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയപ്പോഴത്തേക്ക് ശരിക്കും അവർ മാനസികമായിട്ട് എന്തോ രോഗത്തിൻ്റെ പേര് പറഞ്ഞു. നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ മാനസിക രോഗത്തിൻ്റെ പേരൊക്കെ പറയുമ്പോൾ നമുക്കൊന്നും പെട്ടെന്നൊന്നും നാക്കന്നകത്ത് വഴങ്ങിയൊന്നുമില്ല, വല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ള പേരാണ്. അങ്ങനെ ഒരു രോഗത്തിന് അടിമയാണ്. അതിൻ്റെ ഒരു കാരണവുമുണ്ട്. അപ്പോഴത്തേക്കാണ് ഈ കാരണം മനസ്സിലാകുന്നത്.
ഇവൻ്റെ ഒരു നമ്മൾ 20 വയസ്സിനുള്ളിൽ ഇവ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ രാത്രി കല്യാണത്തിന് സഹായിക്കാൻ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഇവൻ്റെ വീട്ടിൻ്റെ അടുത്തൂടെ ഒരു കുളമുണ്ട്. കാര്യം ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ സംഭവങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. കുളത്തിൻ്റെ അടുത്തുനിന്ന് പ്രേതം പിടിച്ച് അതൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ശരിക്കും പ്രേതമായിരുന്നു. പക്ഷേ ഇതങ്ങനെയല്ല. ഇവൻ വരുന്ന വഴിക്ക് ഒരു കറുത്ത പട്ടി ഇവൻ്റെ മുമ്പേ ഓടി വന്നപ്പം ഇവൻ തിരിച്ചോടി. അതായത് ഇവൻ ഒരു ഭാഗത്തുകൂടി അവൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള വഴി കുളത്തിൻ്റെ സൈഡിൽ വന്നപ്പോൾ അവിടെ നിന്ന് ഇവന് നേരെ പട്ടി വന്നു. ഇവൻ നേരെ വിളിച്ചുകൊണ്ട് ഓടി ഈ കുളത്തിൻ്റെ പ്രദക്ഷിണം വെച്ചതിന് ഇവൻ്റെ വീട്ടിൽ പോയി. പക്ഷെ വീട്ടിൽ ചെന്ന് ഇവ അലറി വിളിച്ച് വീണു. പനി പിടിച്ചു. കുറേ ദിവസം പനിയായിട്ട് കിടന്നു. ആ പനി കഴിഞ്ഞഴിച്ചതിന് ശേഷമാണ് ഇവൻ്റെ സ്വഭാവം ഇങ്ങനെയായി മാറിയത്. ഇപ്പം ചികിത്സയിലാണ്. ഏകദേശം അവൻ നോർമലായി. 40 വയസ്സായി. ആലോചിക്കണം. അപ്പം ഞാനിത് പറഞ്ഞു വന്നത്, ഒരു പൂജ എന്നൊക്കെ പറഞ്ഞ് ഇതിന് എൻ്റെ വശത്തേക്ക് കൊണ്ടുവന്ന് എനിക്ക് നല്ല എമൗണ്ട് കിട്ടും. പക്ഷെ അതല്ല നമ്മുടെ വിഷയം. ആ ഒരു കുടുംബം 10-20 വർഷമായിട്ട് ഇവനെ കൊണ്ട് നടക്കുകയാണ്. അവർ അധ്വാനിക്കുന്ന പൈസ ഒരുപാട് പേർ സ്ഥലത്ത് കൊണ്ട് ചിലവാക്കിയിട്ട് അവർക്കിതൊന്നും രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല എന്നാണ്. പക്ഷേ ഡോക്ടറെ അടുത്ത് പോയി ഇച്ചിരി പൈസയൊക്കെ ആകുന്നുണ്ട് അവർക്ക്. പക്ഷേ നല്ല മാറ്റം വന്നിട്ടുണ്ട് അവന്. ഇപ്പോൾ അവനെ കാണാൻ തന്നെ നല്ല ഗ്ലാമറുമായി. ഞാൻ കണ്ടു കേട്ടോ അതിന് ശേഷമൊക്കെ പോയിട്ട്. നല്ല ഗ്ലാമറായി. ഇപ്പം അവന് ഹോമമില്ല, പൂജയില്ല, മണിയടിയില്ല, ശാമ്പ്രാണിത്തിരി കത്തിപ്പോൾ ഒന്നുമില്ല, മന്ത്രോച്ചാരണമില്ല, ഒന്നുമില്ല. അവൻ എന്നെ കണ്ടു ചിരിക്കുന്നുണ്ട്. മറ്റേ വീട്ടുകാരൊക്കെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. അച്ഛന് ധൈര്യപൂർവ്വം അദ്ദേഹത്തിൻ്റെ തലയും കൊണ്ട് അവൻ്റെ അടുത്തെല്ലാം കൊണ്ട് അടിച്ചു പൊട്ടിച്ചിട്ടുണ്ട്. അങ്ങനെയൊന്നുമില്ല. അമ്മയെയും സഹോദരങ്ങളെയും എല്ലാവരെയും തിരിച്ചറിയാം. അങ്ങനെ ഒരു അവസ്ഥയിൽ അവൻ എത്തി. അപ്പോൾ ഞാനിത് ഈ ഒരു സംഭവം ഇന്ന് പറയാൻ കാര്യം, നമുക്കൊരു പ്രേതം പിടിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു ഡോക്ടറെ അടുത്ത് പോകണം. ഒരുപാട് കേസിട്ട് ഇപ്പോഴും ഞാൻ കൈകാര്യം ചെയ്യുന്നുണ്ട്. എത്ര പറഞ്ഞാലും അവർ വിശ്വസിക്കില്ല. അവർ പറയുന്നു സാറേ ഇത് മുട്ടം പ്രേതമാണ്. അവസാനം പറയും സാറിന് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണെന്ന് പറയും. പക്ഷെ അവർക്ക് വരുന്ന മാനസിക പ്രശ്നങ്ങളാണിത്. ഇത് രണ്ടും ഒരുപോലെ ഇരിക്കും. കണ്ടാൽ ഇത് പ്രേതം പിടിച്ചെന്ന പോലെ തന്നെ നമുക്ക് തോന്നും. പക്ഷെ അതൊന്നും പ്രേതങ്ങളല്ല. നല്ല ഡോക്ടറിൻ്റെ അടുത്ത് പോയി നല്ല രീതിയിലുള്ള ചികിത്സയും കൗൺസിലിങ്ങും കിട്ടിയാൽ മാറിപ്പോകാമെന്നുള്ള വിഷയങ്ങളേ ഉള്ളൂ ഇതിനകത്ത്. പിന്നെ പലരും പോകാത്തതിൻ്റെ കാര്യം, ഇനി ഡോക്ടറിൻ്റെ അടുത്ത് പോകുമ്പോൾ പറയാം അവനെ ഭ്രാന്ത് പിടിച്ചെന്ന് പറയും. അങ്ങനെ ഒരു 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 പ്രതിസന്ധി എല്ലാവരുടെയും ഉള്ളിലുള്ളത് കൊണ്ടാണ് ആരും പോകാത്തത്. എനിക്കത് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്കൊരു സ്വഭാവത്തിലൊരു മാറ്റം വന്നാൽ, അല്ലെങ്കിൽ നമുക്കൊരു മോശമൊരു അവസ്ഥ വന്നാൽ, നമുക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, വിവാഹം കഴിക്കാൻ പറ്റുന്നില്ല, പരസ്പരം നമ്മളെ ബന്ധുക്കളെ തിരിച്ചറിയാൻ പറ്റുന്നില്ല, ഇങ്ങനൊരു അവസ്ഥ വന്നാൽ നമ്മൾ മറ്റൊന്നും നോക്കരുത്. ഈ അവസ്ഥ മരണം വരെയും തുടരുന്നതിനേക്കാളും നല്ലത് 10 പേര് അറിഞ്ഞാലും കുഴപ്പമില്ല, ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയി നല്ലൊരു ചികിത്സ തേടുക. അവിടെയും നിങ്ങൾക്കത് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, എങ്കിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും നെഗറ്റീവ് പ്രേതങ്ങളായിരിക്കാം. തീർച്ചയായിട്ടും ഞങ്ങളെപ്പോഴടുത്ത് വന്നാൽ ഞങ്ങൾക്കത് പരിഹരിച്ച് തരാനും പറ്റും. ഇല്ലാതെ ഒരു മാനസിക പ്രശ്നമാണെങ്കിൽ ഇനി എത്ര ലക്ഷം രൂപ കൊടുത്ത് ഇനി എന്തൊക്കെ പൂജകൾ ചെയ്താൽ പോലും അതിൽ നിന്നും നിങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടാകില്ല. അതിൻ്റെ കാരണം, രോഗത്തിന് ഔഷധം തന്നെയാണ് ഉത്തമം. അതിന് പൂജയോ മന്ത്രമോ ഹോമമോ ഒന്നും ഉപകരിക്കില്ല. പക്ഷേ ദോഷങ്ങളാണെങ്കിൽ മരുന്നും ഉപകരിക്കില്ല. അതിന് പരിഹാര കർമ്മങ്ങൾ തന്നെയാണ് ഉത്തമം. ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ. നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയേണ്ടത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചോളൂ. 1-2 ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ചു വിളിക്കുകയും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുദോഷമോ ഭൂമിദോഷമോ അതുപോലെ എന്തെങ്കിലും ഈ പ്രേതബാധ ദോഷങ്ങളോ സർപ്പദോഷങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ ദോഷങ്ങൾ ഞാൻ നേരിട്ട് അവിടെ വന്ന് കണ്ട് പരിശോധിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. അങ്ങനെ പരിശോധിച്ച് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും ചെയ്തു തരാം. അതിനും നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ച് വേണം ബുക്ക് ചെയ്യാനായിട്ട്. അതിന് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും ചെയ്തു തരാം. അതുപോലെ നിങ്ങൾക്ക് ജ്യോതിഷം നേരിട്ട് വന്നറിയാനുള്ള സംവിധാനമുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ തിരുവനന്തപുരത്താണ് വരേണ്ടത്. അങ്ങനെ വരുന്നവരും ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക. ഇത് എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഇത് എല്ലാ ദിവസവും രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5:30 മണി വരെ നിങ്ങൾക്ക് നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാം.
നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.